നമസ്തേ. ഇന്നത്തെ സബ്ജക്റ്റ് ഭഗവത്ഗീതയാണ്. ദ സയൻറ്റിഫിക് ടെമ്പർ ഓഫ് അബൌട്ട് ഭഗവത്ഗീത. ഈ ഭഗവത്ഗീതയാണ് ആചാര്യന്മാരെടുക്കുന്നത്. അവർ പറയുന്നവരൊക്കെ കൃഷ്ണനും, കേൾക്കുന്ന പൊട്ടനായിട്ടുള്ള അർജുനെ കുറിച്ചിട്ടാണ്. അതായത് കേൾക്കുന്ന നമ്മളൊക്കെ അർജുനനാണ്, പൊട്ടനാണ്. അയാൾ ഒന്നും അറിയാത്തൊരു പൊട്ടൻ. ഇവർ പറയുന്ന ശ്ലോകങ്ങൾ, ഇവർ പറഞ്ഞ വ്യാഖ്യാനം കേട്ടുകൊണ്ടിരുന്നോളാം. യഥാർത്ഥത്തിൽ മഹാഭാരതത്തിൽ നമ്മളുടെ മെയിൻ താരമായ അർജുനൻ ഒരു പൊട്ടനല്ല. ആദ്യം മനസ്സിലാക്കേണ്ടത് വില്ലാളി വീരം മാത്രമല്ല, പാശുപതാസ്ത്രം തുടങ്ങിയിട്ടുള്ള ഉഗ്രമായ അസ്ത്രങ്ങൾ തപസ് ചെയ്ത് നേടിയ വ്യക്തിയാണ്. സ്വർഗത്തിൽ പോയി ദിവ്യാസ്ത്രം നേടിയ വ്യക്തിയാണ് കഥാസാരണം പറയുന്നത്. അദ്ദേഹത്തിനെക്കാട്ടും മുകളിലൊരു വില്ലാളി വീരനില്ല. ധനുർവേദത്തിൻ്റെ ഒരു ഉഗ്രമുഖമാണ്. ധനുർവേദമാണ് അദ്ദേഹം പഠിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന വിദ്യ ധനുർവേദമാണ്. അദ്ദേഹം ധനുർവേദമാണ്. വേദത്തിൻ്റെ ധനുർവേദമാണ് അർജുനൻ. മറ്റുള്ളവർക്കൊന്നും കൃഷ്ണൻ ഭഗവത്ഗീത ഉപദേശം കൊടുത്തിട്ടില്ല. അത് അർഹതയില്ലാത്തതുകൊണ്ടല്ല, അവർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. യുധിഷ്ഠിരനും ഭീമനും നകുലനും സഹദേവനൊന്നും തൻ്റെ വിദ്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തകളില്ല. പക്ഷേ വളരെ യുക്തിബോധമുള്ള അർജുനൻ യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ തന്നെ വിഷാദയോഗം സംഭവിക്കുകയാണ്. വിഷാദയോഗം സംഭവിക്കുന്നത് മനസ്സിനാണ്. ഇന്നത്തെ ആചാര്യന്മാർ ഈ ഒരു സാഹചര്യത്തെയാണ് ദുരുപയോഗം ചെയ്യുന്നത്. ശരിക്കും ഭഗവത്ഗീത എന്തിനുള്ളതാണെന്നുള്ളത് ഞാൻ പതുക്കെ പറയാം. ഞാൻ ശ്ലോകങ്ങളൊന്നും പറയാറില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം ഭഗവത്ഗീത നമ്മളിലാണ്. നമ്മളിലെ ഭഗവത്ഗീതയെ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് കൃഷ്ണേട്ടൻ പറഞ്ഞിട്ടുള്ള ഭഗവത്ഗീത. അത് യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അവധർമ്മസ്യ സദാത്മജം തദാത്മജം പരിത്രാണായ സാധൂനാമിനാശായ ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനായ സംഭവാമി യുഗേ യുഗേ. ഇത് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതങ്ങേര് പലതും പറയും. അപ്പോൾ എന്താണ് ഭഗവത്ഗീതയുടെ അടുത്ത സ്റ്റെപ്പ്? വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഭഗവത്ഗീത? എന്താണ് ഭഗവത്ഗീത നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ഭഗവത്ഗീത എന്താണ്? ആ ഭഗവത്ഗീത ഉറപ്പായിട്ടും നമുക്ക് നൽകുന്നൊരു പാഠമുണ്ട്. ഭഗവത്ഗീത പുസ്തകം വായിക്കാനുള്ളതല്ല. ഭഗവത്ഗീത എന്തിനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവത്ഗീത നമ്മുടെ ജീവിതത്തിൽ സ്വാധ്യായത്തിലും വേദപ്രയോഗങ്ങൾക്കുള്ളതാണ്. നമുക്ക് ഉപയോഗിക്കാം.